പ്ലാസി യുദ്ധം. ആദ്യം നമുക്ക് പ്ലാസി യുദ്ധത്തെ നോക്കാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇരുട്ടറ ദുരന്തം. ഇരുട്ടറ ദുരന്തം നടന്ന വർഷം 1756. ഇരുട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയത് സിറാജ് ഉദ് ദൗള, ബംഗാളിലെ നവാബാണ്. കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് പിടിയിലായ ഏകദേശം 120ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന കുപ്രസിദ്ധ സംഭവമാണ് ഇരുട്ടറ ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. എപ്പോഴാണ്? 1757 ജൂൺ 23. പ്ലാസി യുദ്ധം നടന്നത് സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ. സിറാജ് ഉദ് ദൗളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ടു. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജ് ഉദ് ദൗളയുടെ സേനാധിപൻ ആണ് മിർ ജാഫർ. പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ആലംഗീർ രണ്ടാമൻ. ആരാണ്? ആലംഗീർ രണ്ടാമൻ. ഇനി ബക്സാർ യുദ്ധം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടിയുറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. എന്താണ് ബക്സാർ യുദ്ധം? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടിയുറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. നടന്ന വർഷം 1764 ഒക്ടോബർ 22. എപ്പോഴാണ്? 1764 ഒക്ടോബർ 22. ബക്സാർ യുദ്ധം നടന്ന ആരൊക്കെ തമ്മിലാണ്? ഷുജാ ഉദ് ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ. ബക്സാർ യുദ്ധത്തിൽ ഷുജാ ഉദ് ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ ഖാസിം, ഷാ ആലം സെക്കൻഡ്. ബക്സാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. എവിടെയാണ്? ബീഹാർ. ബക്സാർ യുദ്ധ സമയത്തെ ബംഗാൾ ഗവർണർ ഹെൻറി വാൻസ്റ്റീഡാഡ്. ബക്സാർ തോൽവിയെ തുടർന്ന് ഉണ്ടായ ഉടമ്പടിയാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി. ഏതാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി ഉണ്ടായത്? എപ്പോഴാണ്? ബക്സാർ തോൽവിയെ തുടർന്നാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി ഉണ്ടായത്. എപ്പോഴാണ്? 1765. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ്. ഇന്ന് ഇത്രയും പഠിക്കാം. അടുത്ത ക്ലാസ്സിലെ ബാക്കി ഭാഗം കാണാം. താങ്ക് യു.